പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഓരോരോ വ്യത്യസ്തമായ യാത്രകളൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് വനത്തിനുള്ളിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, ചില ആൾക്കാർ നമ്മളെ അല്ലെങ്കിൽ ചില ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറേ പാമ്പുകളെ ചാക്കിൽ കൊണ്ട് തട്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിവിടുന്നത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടിരിക്കുന്നത് മൂർഖനെന്നും രണടി എന്നുമൊക്കെയാണ്. പക്ഷേ അത് നമ്മൾ ആൾക്കാരുടെ പേടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് പേടി വർദ്ധിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതുപോലെ മറ്റൊരു സംഭവം ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2-3 ആഴ്ച കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ കണ്ട ചേരകളെ ഒരുമിച്ചൊരു ചാക്കിൽ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്നതും വെനമില്ലാത്ത പാമ്പുകളെ ചേരയെ കൊണ്ട് താഴെ തട്ടിവിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിവിടുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് അത് മൂർഖനോ അണലിയോ ഒക്കെ ആണെന്നാണ് കമൻസിൽ ഇറങ്ങുന്നത്. പക്ഷേ അല്ല, അത് ചേരകളാണ്. മൂർഖനെ അണലിയോ എന്നുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് താഴെ തട്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുക്കാനോ ഓടിച്ച് വിടാനോ കഴിയില്ല. നമ്മളെന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെ കുറേ അതിഥികളെ, തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിക്കകത്തു നിന്ന് പല വീടുകളിലും കയറി പല വീട്ടിലും കിണറ്റിലെ വലയിൽ കുരുങ്ങിയ കുറച്ച്, അത്ര അധികമൊന്നും ഇല്ലാത്ത കുറച്ച് അതിഥികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥികളെ നമ്മൾ തുറന്നു വിടുന്നു. നമ്മൾ കെട്ടഴിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അത്രയും അധികം അതിഥികളൊന്നുമില്ല, വളരെ കുറച്ച് അതിഥികളേ ഉള്ളൂ. അവരെ നമ്മൾ എന്തായാലും ഇതാണ് നമ്മൾ വലിയ സംഭവമായിട്ട് നമ്മൾ പലരും യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇത് കുറേ ചേരകൾ, 1-2 അല്ല, 1-ൽ കൂടുതൽ ചേരകൾ, അല്ലെങ്കിൽ 20-ൽ കൂടുതൽ ചേരകൾ. ഇതൊരു 35-ലേറെ ചേരകളാണ്. ചേരയും കാട്ടുപാമ്പും ഇവയാണ് നമ്മളിങ്ങനെ എടുത്ത് വിടുന്നത്. ഇത് കടിക്കാം, ചേര കടിക്കുന്ന ഒരു സൈസ് പാമ്പാണ്. പക്ഷേ വെനമുള്ള പാമ്പല്ല. നമ്മൾ കണ്ടു, നമ്മൾ പ്രേക്ഷകർ കണ്ടു. ഇതുപോലൊരു സംഭവം എനിക്ക് യൂട്യൂബിൽ കാണാൻ കഴിഞ്ഞു. എന്നിട്ട് അതിൽ അവർ വെനമസ് സ്നേക്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേ വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. ഇതാണ് ഈ വെനമില്ലാത്ത പാമ്പുകൾ മാത്രമേ നമുക്കിങ്ങനെ വാരിയെടുക്കാൻ കഴിയുള്ളൂ. വെനമുള്ള പാമ്പുകൾ അണലിയോ മൂർഖനൊക്കെ നമ്മൾ കൈവയ്ക്കുമ്പോൾ അപ്പം തന്നെ കടിക്കും, ക്രിട്ടിക്കലാവും, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. എന്തായാലും നമ്മൾ ഒരു സെറ്റ് അതിഥികളെ വിട്ട് കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടുത്തെ ദൗത്യം നമ്മൾ അവസാനിപ്പിച്ചു. മറ്റൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലത്ത് ബാക്കി കുറേ അതിഥികളെ തുറന്നു വിടേണ്ടതുണ്ട്. പോകാൻ നമുക്ക് ആ സ്ഥലത്തേക്ക് മറ്റ് അതിഥികളെ തുറന്നു വിടാനായി. എന്തായാലും നമ്മുടെ യാത്ര അതിരാവിലെ ആരംഭിച്ചു. പക്ഷേ ഇന്നലെ സന്ധ്യയോടുകൂടി നമ്മൾ കുറച്ച് ചേര അതിഥികളെയൊക്കെ തുറന്നു വിട്ടു. അടുത്ത ദിവസം രാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഇരുട്ടത്ത് വെട്ടം വീഴുന്നതിന് മുന്നേ തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഒത്തിരി യാത്ര ചെയ്ത് നമ്മുടെ 2ാമത്തെ ദിവസം, ഇന്നലെ തുടങ്ങിയ യാത്രയുടെ 2ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമുക്ക് നമ്മുടെ അതിഥികളെ വിടാൻ പറ്റിയ ഒരു അനുയോജ്യമായൊരു സ്ഥലം നമ്മൾ രാവിലെ മുതൽ അന്വേഷിച്ച് അങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് നമ്മുടെ അതിഥികളെയൊക്കെ തുറന്നു വിടാൻ പറ്റിയ സ്ഥലമാണ്. കാരണം നല്ല തണുപ്പും നല്ല വെള്ളവും അതുപോലെ പാറക്കെട്ടുകളും പാറ അടുക്കുകളും അതുപോലെ ഈറയും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിനത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തരായ അതിഥികളൊന്നുമല്ല. നമ്മുടെ പ്രേക്ഷകർ 1-ൽ കൂടുതൽ പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ട അതിഥികൾ തന്നെയാണ്. ഇത് നമ്മളൊരു കിറ്റിൽ 3 അതിഥികളെ, 3 പെരുമ്പാമ്പ് അഥവാ പൈത്തൺ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ സ്ഥലത്ത് അവർക്ക് ജീവിക്കാനായി അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ തുറന്നു വിടുകയാണ്. പക്ഷേ എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, എനിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളുടെ വരികളാണ് ഓർമ്മ വരുന്നത്. കാരണം ഈ വെള്ളത്തിൻ്റെ കളകളാരവം
അതുപോലെ അദ്ദേഹത്തിൻ്റെ വരികളെന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ണികളെ ഒരു കഥ പറയാവുന്ന സിനിമയിൽ കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു കുളകം ആഹാ കരളിലും മലരിൽ ഉളുതിരും ഒരു അളികുലം ഇളകിയ ചുരുളളകം എന്നുള്ള വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും നമ്മൾ ആ വരികളൊക്കെ ഓർമ്മ വെച്ച് സ്നേക് മാസ്റ്റർ ടീം നമ്മുടെ അതിഥികളെ അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലത്തേക്ക് തുറന്നു വിടുകയാണ്. നമുക്ക് പരിചയപ്പെടാം നമ്മുടെ അതിഥികളെ. ഇന്ന് ഈ ദിനത്തിലുള്ള ആദ്യത്തെ റിലീസിങ് അതിഥികൾ 3 പേരാണ്, പെരുമ്പാമ്പുകൾ. അപ്പോൾ നമ്മൾ ഈ അതിഥികളെ തുറന്നു വിടുകയാണ്. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ. ശാസ്ത്രീയ നാമം പൈത്തൺ മുളൂറസ്. ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. മലമ്പാമ്പുകളെ 2 ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൺ അഥവാ റൂറൽ പൈത്തൺ എന്നും രണ്ടാമതായി റെറ്റിക്കുലസ് പൈത്തൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ 2 ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ്. നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ്. ഇവയ്ക്ക് ഏകദേശം 20 അടിയോളം നീളവും 100 കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റെറ്റിക്കുലാറ്റസ് പൈത്തൺ മലമ്പാമ്പുകൾക്ക് ഏകദേശം 28 അടി നീളവും 120 കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട്. മലമ്പാമ്പുകളുടെ ശരീരം പൊതുവെ കറുപ്പ് നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയവയാണ്. ഇവയുടെ അടിഭാഗം മങ്ങിയ വെള്ള നിറത്തോടു കൂടിയിരിക്കും. ശരീരത്തിൽ ഉടനീളം മഞ്ഞ നിറത്തിലുള്ള കളങ്ങളും കണ്ടുവരുന്നു. പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് മലമ്പാമ്പുകളെ തന്നെയാണ്. ഇതിന് കാരണം ഇവയുടെ ശരീരത്തിന്റെ വലിപ്പക്കൂടുതൽ കൊണ്ട് തന്നെയാണ്. ഇവയുടെ നെറ്റിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത അടയാളങ്ങൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളതാണ്. വലിയ തലയും കുറുകിയ വാലും ഇവയുടെ പ്രത്യേകത. പൊതുവെ ശാന്തപ്രകൃതരായ മലമ്പാമ്പുകൾക്ക് എതിരാളികൾ ഇല്ല എന്നു തന്നെ പറയാം. അതിനു കാരണം ഇവയുടെ ഭാരിച്ച നീണ്ട ശരീരമാണ്. വിഷാംശം തീരെയില്ലാത്ത മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും. വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടുപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം. വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ. വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത്. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത്. 100ഓളം മുട്ടകളിടുകയും പെൺപാമ്പുകൾ മുട്ടകൾക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുകയും ചെയ്യും. ഈ പ്രക്രിയയ്ക്ക് ഏകദേശം 2 മാസം കാലയളവ് വേണ്ടിവരും. ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട്. അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത്. ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും. മലമ്പാമ്പുകൾക്ക് ഏകദേശം 20 വർഷത്തെ ആയുസ്സുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ശരീരത്തിലെ നെയ്യെടുക്കുന്നതിനു വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ 3 പെരുമ്പാമ്പ് അതിഥികളെ നമ്മൾ തുറന്നു വിട്ടു. അവർ വെള്ളത്തിൽ കൂടി നീന്തി കുറച്ച് ദൂരത്തിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, നിങ്ങളും കാണുന്നു. ഒരു അതിഥി മാത്രം പാറയിടിക്കിനകത്ത് കയറി കഴിഞ്ഞു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസം തുടങ്ങിയ യാത്രയിൽ 2ാമത്തെ ദിവസം നമ്മൾ ആദ്യത്തെ അതിഥിയെ വിട്ട് കഴിഞ്ഞു. 2ാമത്തെ അതിഥിയെ വിടുകയാണ്. 2ാമത്തെ അതിഥി എന്ന് പറയുമ്പോൾ വളരെ അപകടകാരിയായ അതിഥികളാണ്. നിങ്ങൾക്കറിയാം, റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ട വട്ടക്കുറ എന്ന് പറഞ്ഞ അതിഥിയാണ്. നമ്മളെന്തായാലും കുറച്ച് അതിഥികളെ ഈ വെള്ളത്തിലെല്ലാം തുറന്നു വിടുകയാണ്. അവർ പോകുന്നത് അവർക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പാറ ഇടികളും മരപ്പൊത്തുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അവരെയും തുറന്നു വിടുകയാണ്. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ 2ാമത്തെ യാത്രയുടെ ഇന്നലെ തുടങ്ങിയ യാത്രയുടെ
രണ്ടാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം തന്നെ ഞങ്ങൾ കാട്ടുപൂച്ചയെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ റിലീസ് ചെയ്ത് കുറേ ചേര അതിഥികളെ നമ്മൾ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം യാത്രയിൽ തന്നെ ആദ്യം നമ്മൾ തുറന്നു വിട്ടത് പെരുമ്പാമ്പ് അഥവാ പൈത്തനെ 3 പെരുമ്പാമ്പുകളെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം യാത്രയിൽ രണ്ടാമതായി തുറന്നു വിട്ട അതിഥികൾ അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥികളെ തന്നെയാണ്. അത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് അതിഥികളെ തുറന്നു വിടേണ്ടതുണ്ട്. എന്തായാലും എനിക്ക് എന്തായാലും ഇന്നത്തെ ഈ ദിവസം അടുത്ത കാലങ്ങളിൽ യാത്ര ചെയ്തതിൽ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ളത്, എനിക്ക് ഇന്നലത്തെ വൈകുന്നേരത്തെ യാത്ര കഴിഞ്ഞതിന് എനിക്ക് പനിയായി. നല്ല പനിയും ജലദോഷവും ചുമയൊക്കെയാണ്. എന്നാലും സ്നേക്ക് മാസ്റ്റർ ടീം എന്നെ വിടാൻ സാധ്യതയില്ല. വയ്യാന്ന് പറഞ്ഞിട്ടും അവരെന്നെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് മൊത്തം പാമ്പിനെ വിട്ടിട്ട് പോയാൽ മതി സുരേഷ് ചേട്ടാന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം മൂന്നാമതായി തുറന്നുവിടാൻ പോകുന്ന അതിഥികൾ തിരുവനന്തപുരം ജില്ല. എൻ്റെ ഈ മാസത്തെ യാത്രയിൽ ഒരുപാട് വ്യത്യസ്തമായ യാത്രയാണ്. ഒന്ന്, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്തു. തൃശ്ശൂർ പോയി അണലിയെ എടുത്തു. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിണറ്റിൽ നിന്ന് അണലിയെ എടുത്തു. തൃശ്ശൂരിൽ നിന്ന് കിണറ്റിൽ നിന്ന് അണലിയെ എടുത്തു. അപ്പോൾ ആ അതിഥികളൊക്കെ നമ്മുടെ ഈ യാത്രയിൽ കാട്ടിലേക്ക് പോവുകയാണ്. ഇതൊന്നും മാസങ്ങളായ യാത്രയല്ല, വെറും 10-12 ദിവസത്തിന് താഴെ മാത്രമുള്ള യാത്രയ്ക്കിടയിൽ ഞങ്ങൾ പരിചയപ്പെട്ട അതിഥികളെയാണ് ചാക്കിലാക്കി നമ്മൾ തുറന്നുവിടാനായി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര നമ്മുടെ പ്രേക്ഷകർക്കറിയാം. ഞങ്ങളുടെ യാത്ര വ്യത്യസ്തമായ യാത്രകൾ, കടൽ പാമ്പ് ഉൾപ്പെടെ, അതുപോലെ അങ്ങനെ ഒത്തിരി വ്യത്യസ്തരായ അതിഥികളെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അതുപോലെ വ്യത്യസ്തനായ അതിഥി എന്ന് പറയുമ്പോൾ നമ്മളെ സ്വർണ്ണനാഗം ഉൾപ്പെടെ, അതുപോലെ 99ാമത് കിങ് കോബ്ര ഉൾപ്പെടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തിയതിന് ശേഷമുള്ള യാത്രയാണ് ഇന്നത്തെ യാത്ര. എന്തായാലും ഈ യാത്രയിൽ ഇന്നത്തെ ദിവസം മൂന്നാമത്തെ, നമ്മൾ 5:30 തുടങ്ങിയ യാത്ര ഇപ്പോൾ മണി 8 കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ യാത്രയിൽ മൂന്നാമത്തെ കിറ്റിലിരിക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. ഞങ്ങൾ ഇവിടുന്ന് മാറ്റി വിടാതിരിക്കുന്ന കാര്യം, നല്ല ഒരുപാട് വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലമാണ്. ഒളിക്കാനും അവർക്ക് രക്ഷപ്പെടാനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയിലെ മൂന്നാമത്തെ കിറ്റിലിരിക്കുന്ന അതിഥികളെ 1, 2, 3, 4, 10 ഒന്നുമല്ല, 10-25ലേറെ അതിഥികളെ ഒരുമിച്ച് തുറന്നു വിടുന്നു. കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്, പരിചയപ്പെടാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ രണ്ടാം ദിവസത്തെ യാത്രയിൽ ഞങ്ങൾ 3 സ്റ്റെപ്പ് അതിഥികളെ തുറന്നു വിട്ട് കഴിഞ്ഞു. അടുത്ത 4ാമത്തെ അതിഥികൾ എന്ന് പറയുമ്പോൾ കുറച്ച് കുഞ്ഞൻ മൂർഖന്മാരും അതോടൊപ്പം തന്നെ ഒരു അണലി അദ്ദേഹവുമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ബോട്ടിൽ കിടക്കുന്ന ഒരു 25ഓളം കുഞ്ഞ് മൂർഖൻ അതിഥികളെയും ഒരു അണലി അതിഥിയും തുറന്നു വിടുകയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥികളെ. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ അതിഥികളെ തുറന്നുവിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇതിനെക്കൂടി കുറച്ചുകൂടി നല്ലൊരു സ്ഥലം നമ്മൾ തേടി പോകുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇപ്രാവശ്യത്തെ യാത്രയുടെ രണ്ടാമത്തെ ദിനം നിങ്ങൾക്ക് നമ്മുടെ വ്യത്യസ്തനായ അതിഥി കാട്ടുപൂച്ച മാത്രമായിരുന്നു. രണ്ടാമത്തെ ദിനത്തിൽ വ്യത്യസ്തനായ അതിഥിയല്ല. നമ്മൾ മറ്റൊരു സ്ഥലത്ത് രാവിലെ തന്നെ 5 മണിക്ക് തുടങ്ങിയ യാത്ര, 5:05 തുടങ്ങിയ യാത്ര ഇപ്പോൾ മണി 9 ആകാൻ പോകുന്നു. ഞങ്ങൾ രാവിലെ
4 സ്റ്റെപ്പ് അതിഥികൾ 4 3 കിറ്റിലും ഒരു ബോട്ടിലുണ്ടായിരുന്ന അതിഥികൾ നമ്മൾ തുറന്നു വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് വ്യത്യസ്തമായ അതിഥി അല്ലെങ്കിൽ മറ്റൊരു നല്ല സ്ഥലം തേടി നമ്മൾ യാത്ര ചെയ്തു. ആദ്യം അതിഥികളെ വിട്ട സ്ഥലത്ത് നിന്ന് 1.5 മണിക്കൂറിൽ നമുക്ക് താണ്ടേണ്ടി വന്നു. എന്തായാലും നമ്മൾ രണ്ടാമത്തെ അതിഥികളെ അടുത്ത സ്ഥലത്ത് അതിഥികളെ വിടാനുള്ള തീരുമാനത്തിലാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഈ പ്രാവശ്യത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ കൊണ്ടുവന്ന തിരുവനന്തപുരത്തു നിന്നും, കൊല്ലത്തു നിന്നും, പത്തനംതിട്ടയിൽ നിന്നും, കോട്ടയത്തു നിന്നും, ആലപ്പുഴയിൽ നിന്നും, എറണാകുളത്തു നിന്നും, തൃശ്ശൂരിൽ നിന്നൊക്കെ പിടികൂടിയ അതിഥികളെ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഭാഗത്ത് നിങ്ങൾ പരിചയപ്പെട്ട അതിഥികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഉള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, വ്യത്യസ്തനായ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കേണ്ട നമ്പർ 9387974441.